2025 തുടക്കത്തിൽ രോഗികൾക്ക് സൗജന്യമായി വിതരണം ചെയ്യുന്ന പുതിയ ക്യാൻസർ വാക്സിൻ വികസിപ്പിച്ചതായി റഷ്യ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ക്യാൻസറിനെതിരെ രാജ്യം സ്വന്തമായി mRNA വാക്സിൻ വികസിപ്പിച്ചിട്ടുണ്ടെന്നും ഇത് സൗജന്യമായി ജനങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നും റഷ്യൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ റേഡിയോളജി മെഡിക്കൽ റിസർച്ച് സെന്റർ ജനറൽ ഡയറക്ടർ ആൻഡ്രി കാപ്രിൻ അറിയിച്ചു. 2025 തുടക്കത്തിൽ വാക്സിൻ പൊതുപ്രചാരത്തിൽ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഗമാലിയ നാഷണൽ റിസർച്ച് സെന്റർ ഫോർ എപ്പിഡെമിയോളജി ആൻഡ് മൈക്രോബയോളജി ഡയറക്ടർ അലക്സാണ്ടർ ഗിൻസ്ബർഗ് ടാസിനോട് പറഞ്ഞു. വാക്സിൻ പ്രീ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ ട്യൂമർ വളർച്ചയും സാധ്യതയുള്ള മെറ്റാസ്റ്റെയിനുകളും നശിപ്പിക്കുന്നതായി കാണിച്ചു. ക്യാൻസറിനുള്ള വാക്സിനുകൾ ഉടൻ തന്നെ രോഗികൾക്ക് ലഭ്യമാകുമെന്ന് റഷ്യൻ ശാസ്ത്രജ്ഞർ നേരത്തെ പറഞ്ഞിരുന്നു. പുതിയ തലമുറയുടെ ക്യാൻസർ വാക്സിനുകളും ഇമ്മ്യൂണോ മോഡുലേറ്ററി മരുന്നുകളും എന്ന് വിളിക്കപ്പെടുന്നവയുടെ സൃഷ്ടിയോട് ഞങ്ങൾ വളരെ അടുത്തെത്തിയിരിക്കുന്നു എന്ന് ഫെബ്രുവരിയിലെ ടെലിവിഷൻ പരാമർശങ്ങളിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. ഏത് ക്യാൻസറാണ് വാക്സിൻ ചികിത്സിക്കേണ്ടതെന്നോ അതിനെ എന്താണോ വിളിക്കേണ്ടതെന്നോ ഇതുവരെ വ്യക്തമായിട്ടില്ല. മറ്റ് രാജ്യങ്ങളും സമാനമായ പദ്ധതികളിൽ പ്രവർത്തിക്കുന്നു. ഉദാഹരണത്തിന്, വ്യക്തിഗതമാക്കിയ ക്യാൻസർ ചികിത്സകൾ വികസിപ്പിക്കുന്നതിന് ജർമ്മൻ ആസ്ഥാനമായുള്ള BioNTech കമ്പനിയുമായി ബ്രിട്ടീഷ് സർക്കാർ കരാർ ഒപ്പിട്ടതായി ന്യൂസ് വീക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകളുടെ ഉപയോഗം വ്യക്തിഗത ക്യാൻസർ വാക്സിൻ സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ കമ്പ്യൂട്ടിംഗിന്റെ ദൈർഘ്യം 1 മണിക്കൂറിൽ താഴെയാകുമെന്ന് ജിൻസ്ബർഗ് നേരത്തെ പറഞ്ഞിരുന്നു. ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായത്തിൽ സെർവിക്കൽ ക്യാൻസർ ഉൾപ്പെടെ നിരവധി അർബുദങ്ങൾക്ക് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസുകൾക്കെതിരെ ലൈസൻസ് ഉള്ള ചില വാക്സിനുകളും കരൾ ക്യാൻസറിലേക്ക് നയിച്ചേക്കാവുന്ന ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരായ വാക്സിനുകളും ഉണ്ട്.